അപ്പോൾ ഹലോ ഗീസ്, ഞാനിന്ന് ഗ്രാനി എക്സ്ട്രീം മോഡിലെ ഡേ 1 സ്പൈഡർ ആഞ്ചലിനെയും ഗ്രാനിയും കാണാതെ 3 മിനിറ്റിൽ എസ്കേപ്പ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സൈഡിലെ ടൈമറൊക്കെ കാണാൻ പറ്റും. നമ്മൾ എസ്കേപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. ടൈമറിൽ കറക്റ്റ് 3 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ എസ്കേപ്പ് ചെയ്തിരിക്കും. അല്ല, കറക്റ്റ് 3 അല്ല, കുറച്ച് സെക്കൻഡ്സ് ഇങ്ങനെ കാണും. നമുക്കിതൊക്കെ മറിച്ചിട്ട് മറ്റേ ഗ്ലിച്ച് ഉപയോഗിച്ച് ഗ്രാനിനെ ഇങ്ങോട്ട് വരുത്താം. എന്നിട്ട് നമുക്ക് മറ്റേ പ്ലാങ്കൊക്കെ ഒന്ന് അഴിച്ചു മാറ്റിക്കാം. ഓക്കെ, ഗ്രാനി ഇങ്ങോട്ട് വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ഗ്രാനി ഇപ്പോൾ തക്കാലത്തേക്ക് കൊണ്ട് പോയിട്ടുണ്ട്. നമുക്ക് നേരെ താഴോട്ട് പോകാം. ഒത്തിരി ക്രീക്കിംഗ് ഫ്ലോർസ് ഉണ്ട്. നമുക്കിനി ഇങ്ങോട്ട് വന്നിട്ട് പ്ലേ ഹൗസ് കീ എടുക്കാം. എന്നിട്ട് ഇതുകൊണ്ട് നമുക്ക് പ്ലേ ഹൗസിന് അവിടെ പോയിട്ട് തുറക്കാം. നമ്മൾ കോഗ്വെയിലൊന്നും കണ്ടുപിടിക്കത്തില്ല, ഗ്ലിച്ച് ഉപയോഗിച്ചാണ് നമ്മുടെ ഐറ്റം എടുക്കാൻ പോകുന്നത്. നമ്മളിത് തുറന്നു കഴിയുമ്പോൾ ഇതങ്ങ് തുറന്നിടാം. ഇത് നേരെ വിട്ട് വുഡൻ സ്റ്റിക്ക് എടുക്കണം. വുഡൻ സ്റ്റിക്ക് എവിടെയാണെന്ന് എനിക്കറിയാം. ഈ ഗ്രാനി വന്നിട്ടുണ്ട്. വുഡൻ സ്റ്റിക്ക് നമ്മുടെ ടോപ്പിൽ പ്ലാങ്ക് വെച്ച് നമ്മൾ പോയില്ലേ, ആ ഒരു CCTV ഉള്ള റൂമിലാണ് നമ്മുടെ വുഡൻ സ്റ്റിക്ക് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ റൂമിൽ കയറാതെ തന്നെ വുഡൻ സ്റ്റിക്ക് എടുക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾ കണ്ടോ? ഓക്കെ, നമുക്കിനി അങ്ങോട്ട് കയറി പോവാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊരു പ്ലാങ്ക് എടുക്കാം. അതുകൊണ്ട് ആ പ്ലാങ്ക് ഇവിടെ അങ്ങ് ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. ഇവിടെ ക്രീക്കിംഗ് ഫ്ലോർ ഉണ്ട്. ഗെയിമിൻ്റെ ഓളി ഞാൻ മാറ്റിയത് കൊണ്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടങ്ങ് പോകണം. ഗ്രാനി ഇങ്ങോട്ട് വരാൻ വേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഗ്രാനി ഇപ്പം ഇങ്ങോട്ട് പോവും. ഗ്രാനി ഗെയിമിൻ്റെ ഓളി ഞാൻ തക്കാലത്തേക്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇനി ഗ്രാനി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സൈഡിലൂടെ പോവാം. എന്നിട്ട് ഈ ഒരു വുഡൻ സ്റ്റിക്ക് ഗ്ലിച്ച് ഉപയോഗിച്ചിട്ട് നമ്മുടെ സിവറിൻ്റെ ആ ഒരു എസ്കേപ്പ് ഡോറിലോട്ട് വിടാം. അതിനുവേണ്ടി നിങ്ങൾ ബാക്ക് യാർഡിലോട്ട് വരണം. ബാക്ക് യാർഡിലോട്ട് ചാടിയിട്ട് ഈ ഒരു പിറ്റ് സൈഡിലായിട്ട് ചെന്നിട്ട് ഈ വോളിലോട്ട് ഡ്രോപ്പ് ചെയ്യണം. അത് നേരെ പോയേക്കുന്നത് നമ്മുടെ സിവറിൽ എസ്കേപ്പ് ഡോറിൻ്റെ ഫ്രണ്ടിലോട്ടാണ്. ഇനി ഗ്ലിച്ച് ഉപയോഗിച്ച് നമുക്ക് ഇതിനകത്തേക്ക് റെസ്റ്റി പാർട്ടിലൊക്കെ എടുക്കാം. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ട്. ഇതും ഗ്ലിച്ച് ഉപയോഗിച്ച് നമുക്ക് അങ്ങോട്ട് തന്നെ ഇടാം. നോക്കട്ടെ പോയോന്ന്. ഓക്കെ, ഇത്തവണ പോയില്ല, നമുക്കൊന്നും കൂടെ ഇടാം. ഓക്കെ, അത് പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ചെയിൻ കട്ടേഴ്സ് എടുക്കണം. ചെയിൻ കട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കാറിൻ്റെ സ്ഥലത്താണ്. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കാറിൻ്റെ അവിടെ പോയിട്ട് ചെയിൻ കട്ടേഴ്സും എടുത്ത് ഗ്ലിച്ച് ഉപയോഗിച്ച് സിവറിൽ പോകാം. അതാകുമ്പോൾ സ്പൈഡർ കീയുടെ ആവശ്യമില്ലാതെ നമുക്ക് സിവറിൽ പോകാനായിട്ടുള്ള ഗ്ലിച്ച് ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് താഴോട്ട് പോയിട്ട് നമ്മുടെ കാറിൻ്റെ അവിടെ നിന്ന് ഇവിടെ ആയിട്ടായിരിക്കും ഈ മേശയുടെ ടോപ്പിലാണ് നമ്മുടെ ചെയിൻ കട്ടേഴ്സ് ഇരിക്കുക. ഇനി ഇതെടുത്തിട്ട് ഇവിടെ സൗണ്ട് ഉണ്ടാക്കാം. ഓക്കെ, സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നേരെ മുകളിലോട്ട് പോകാം. മുകളിലോട്ട് പോയതിന് ശേഷം ഇവിടെ അങ്ങ് പമ്മി വയ്ക്കാം. ഓക്കെ, ഗ്രാനി പോയിട്ടുണ്ട്. ഡാർക്ക് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ കാണാൻ. പിന്നെ ഇത് എക്സ്ട്രീം പ്ലസ് നൈറ്റ് മെയർ മോഡാണ്. അതിനകത്ത് എലിയൊക്കെ ഉണ്ട്. പറഞ്ഞപ്പോഴേ കടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങോട്ടത്തേക്ക് വന്നിട്ട് ഗ്ലിച്ച് ഉപയോഗിക്കാം. മറ്റേ കാറിൻ്റെ സൈഡിലുള്ള ഷോർട്ട് കട്ടൊക്കെ ലോക്കാണ്, എക്സ്ട്രീം മോഡ് ആയതുകൊണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് ഗ്ലിച്ച് ഉപയോഗിക്കാം. ഇവിടെ നിന്ന് ഗ്ലിച്ച് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പോകുന്ന വഴിക്ക് ആ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തുറക്കുന്നതിൻ്റെ കോർണറിൽ ചെന്നിട്ട് ഇങ്ങനെ ഗ്ലിച്ച് ഉപയോഗിക്കുമ്പോഴാണ് സ്പൈഡർ ആഞ്ചലിന് സ്പോൺ ആവാത്തത്. അല്ലാത്തപ്പോൾ സ്പോൺ ആവും. ഇപ്പോൾ നമ്മൾ നടക്കിയതുകൊണ്ട് സ്പോൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് ചെയിൻ കട്ടർ ചെയ്യാം. നെക്സ്റ്റ് വുഡൻ സ്റ്റിക്ക് വെക്കാം. നമ്മുടെ റെസ്റ്റി പാർട്ടിലൊക്കെ എടുക്കാം. ലോക്ക് തുറക്കുക, എസ്കേപ്പ് ചെയ്യാം. 3 മിനിറ്റും 20 സെക്കൻഡും കേസ്. അല്ല കേസ്, 22 സെക്കൻഡ്. 3 മിനിറ്റ് 22 സെക്കൻഡ് അത്രയും മതി നമുക്ക് ഗ്രാനി എക്സ്ട്രീം മോഡ് പ്ലസ് നൈറ്റ് മെയറിൽ ഡേ 1 കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഒരു തവണ പോലും ഗ്രാനി നമ്മളെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ ചെയ്ത ചാനൽ വലിയൊരു ചാനലാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.